നമ്മുടെ ഇന്നത്തെ കറി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ റെസിപ്പികളാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറെ സബ്സ്ക്രൈബേഴ്സ് ബാച്ചിലേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ റെസിപ്പികൾ എനിക്ക് എപ്പോഴും വാട്സാപ്പ് വരാറുണ്ട്. എളുപ്പമുള്ള റെസിപ്പികൾ മാത്രം ചെയ്യൂ ചേച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പികൾ ചെയ്യുന്നത്. ഇന്നത്തെ റെസിപ്പിയുടെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ, നമ്മുടെ ചേമ്പ് മസാല ഫ്രൈ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചേമ്പ് മസാല കറി ഇട്ടിരുന്നു. അതിന്റെ വീഡിയോ കാണാത്ത ആളുകൾ ഒന്ന് കാണാട്ടോ. എന്താണെന്ന് വെച്ചാൽ ചേമ്പ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസമായിട്ട് നമുക്ക് 2 കറികൾ ഉണ്ടാക്കാം. അപ്പോൾ ഇതും വളരെ ഈസിയാണ്. ഞാൻ ഈ പറയുന്ന രീതിയിൽ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി നമുക്ക് കഴിക്കാം. പിന്നെ ചേമ്പ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ട് തന്നെ വേവിക്കുക, എങ്കിലേ ചേമ്പിൻ്റെ ഉള്ളിലേക്ക് ഉപ്പ് പിടിക്കുള്ളൂ. പിന്നെ നമ്മൾ മസാല റെഡിയാക്കുമ്പോഴും ഉപ്പ് ചേർക്കുക. അവസാനം ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഉപ്പ് പിടിക്കില്ല കേട്ടോ. പിന്നെ ചില കറികളിൽ, അത് ഞാനിപ്പോൾ ചേമ്പ് മസാല കറിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം 2-3 കമൻസ് ഒക്കെ വന്നിരുന്നു, ചേച്ചി പുളി ചേർക്കണ്ടേന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചില കറികളിൽ പുളി ചേർത്താൽ പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ നിങ്ങൾ പുളി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എൻ്റെ ഈ രീതിയിൽ പുളി ചേർക്കാതെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. അപ്പോൾ പുളി ചേർക്കേണ്ട കറികളാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പുളി ചേർക്കാറുണ്ട്, ഇല്ലാത്ത കറികളിൽ പുളി ചേർക്കാറില്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനെ കമൻസ് വരുന്നത് കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചേമ്പ് മസാല ഫ്രൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ ഒന്ന് എടുത്തിട്ടൊന്ന് വാട്സാപ്പ് ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചേമ്പ് മസാല ഫ്രൈക്ക് ചേമ്പ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 1/4 കിലോ ചേമ്പാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ ചേമ്പാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്താൽ മതി. കുറച്ച് വലിപ്പം കൂടിയ ഇത്രയും വലിപ്പമുള്ള ചേമ്പൊക്കെ ആണെങ്കിൽ 3 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്താലേ കറക്റ്റായിട്ട് കുക്കാവുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചേമ്പൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ചേമ്പ് കുക്ക് ചെയ്യാൻ പോകുന്നത്. കുക്കറിൽ 2 വിസിലോ 3 വിസിലോ അത് നിങ്ങൾക്ക് കിട്ടുന്ന ചേമ്പിൻ്റെ വലിപ്പം അനുസരിച്ച് തീരുമാനിക്കുക. ഇത് ചേമ്പിൻ്റെ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് നമ്മൾ ഉപ്പ് ചേർത്ത് വേവിച്ചിട്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആവുന്നത് നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ പുഴുങ്ങിയെടുക്കുന്ന പോലെ ഈ ചേമ്പ് തൊലിയോടുകൂടി വേവിച്ചിട്ട് തന്നെ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോഴാണ്. അപ്പോൾ ആദ്യം നമ്മുടെ ചേമ്പൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ ചേമ്പ് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചൂട് മാറാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിരുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ മാറ്റില്ലേ, അതുപോലെ ചേമ്പിൻ്റെ തൊലി അങ്ങ് മാറ്റിയെടുക്കാം. അതിനുശേഷം റൗണ്ടിൽ ചെറിയ പീസുകളായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. അധികം ചെറിയ പീസുകളായി പോരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊടികളെല്ലാം ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോവും. അതുകൊണ്ടാണ് ഒരു മീഡിയം വലിപ്പത്തിലുള്ള പീസുകളായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം ഈ തൊലി മുഴുവൻ മാറ്റിയെടുക്കട്ടെ. അപ്പോൾ നമ്മൾ ചേമ്പ് മുഴുവൻ തൊലി മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ വലിപ്പത്തിലുള്ള ചേമ്പ് ഞാൻ 2 പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. വലിയ ചേമ്പ് മാത്രം ഒരു 4 പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും വലിപ്പമുള്ളത് ഒരു 4 പീസാക്കുന്നുണ്ട്. അപ്പോൾ നീളത്തിൽ കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്യാം. പക്ഷേ കുറച്ചുകൂടി കാണാൻ ഭംഗി ഉണ്ടാകുന്നത് റൗണ്ടിൽ കട്ട് ചെയ്യുമ്പോഴാണ്. അതൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കട്ട് ചെയ്യുക. ചേമ്പൊക്കെ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടാവണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിനി വെള്ളം ഒഴിച്ചിട്ടൊന്നും കുക്ക് ചെയ്യുന്നതല്ല. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ചേമ്പ് മുഴുവൻ കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ചേമ്പൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിത് മസാല ഫ്രൈ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ കൂടുതൽ വേണം, ഒരുപാട് വേണ്ട. നമ്മൾ എത്ര ചേമ്പ് എടുക്കുന്നു എന്നുള്ളതനുസരിച്ച് 1-1.5 ടേബിൾ സ്പൂൺ എണ്ണ യൂസ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് നമ്മുടെ കടുകാണ്. 1 ടീസ്പൂൺ കടുക് മതി. കടുകൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടി തുടങ്ങുന്നുണ്ട്. ഞാൻ ഫ്ലെയിം കുറയ്ക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മൾ പൊടികളാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ചൂട് കൂടുതലാണെങ്കിൽ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഫ്ലെയിം കുറയ്ക്കുന്നത്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ വറ്റൽമുളക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. 1/2 ടീസ്പൂൺ മതി. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ പൊടികൾ കരിഞ്ഞു പോരുത്. അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്യുന്ന കാര്യം പറഞ്ഞത്. ഞാനിപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് എത്ര എരിവ് വേണം എന്നുള്ളതനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്.
1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഒരു പിഞ്ച് കായപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കായപ്പൊടിയും കൂടി ചേർത്ത് നമ്മൾ മസാല റെഡിയാക്കുമ്പോൾ. ഇനി എല്ലാ പൊടികളും ഒന്ന് കുക്കായി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. പൊടികളൊന്ന് കറക്റ്റായിട്ട് കുക്കായി വരണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ ചേമ്പിൽ കോട്ടിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് താല്പര്യമുണ്ടെങ്കിൽ മതി 1 ടേബിൾ സ്പൂൺ നമ്മുടെ കടലമാവ് ആഡ് ചെയ്യാം. ഇത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ. ആ ഒരു കോട്ടിംഗ് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കടലമാവ് ചേർത്താലേ ഉണ്ടാവുള്ളൂ. ഇതെല്ലാം ചേർന്ന് ഇനി കുക്കാവട്ടെ. ഇപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചത് കൂടി പോയിട്ടില്ല എന്ന് മനസ്സിലായില്ലേ? സാധാരണ നമ്മൾ എണ്ണ ചേർക്കുമ്പോൾ എപ്പോഴും കമൻസ് വരും എന്തിനാണ് ഇത്രയും എണ്ണ ചേർക്കുന്നതെന്ന്. പക്ഷേ പൊടികളെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വരുമ്പോൾ എണ്ണയുടെ അളവ് കറക്റ്റ് ആയിരിക്കും. ഇനി 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കുക. അപ്പോഴേ എല്ലാ പൊടികളും കുക്കായി വരുള്ളൂ കറക്റ്റായിട്ട്. എണ്ണ കുറവാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് നമുക്കിനി വേറെ സവോളയോ ഉള്ളിയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഈ ചേമ്പൊന്ന് വേവിച്ചെടുക്കുക എന്നുള്ള സമയം മാത്രമേ നമുക്കിതിൽ ഒരു കുറച്ചെങ്കിലും കുക്കിംഗ് ടൈം എന്ന് പറയാനുള്ളതുള്ളൂ. കുക്ക് ചെയ്ത് പരിചയമുള്ളവർക്ക് അറിയാം കടലമാവ് കുക്കായോ ഇല്ലയോ എന്നുള്ളത്. സ്മെല്ല് വരുമ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കടലമാവൊക്കെ കുക്കായിട്ടുണ്ടാവും. എണ്ണ ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കുറച്ചുകൂടി എണ്ണ ചേർക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പ് ചേമ്പിൽ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേമ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ മസാലയ്ക്ക് മാത്രം ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർക്കേണ്ടി വരുള്ളൂ. ചേമ്പിലേക്ക് ഉപ്പ് കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ നമ്മുടെ പൊടികൾ കുക്കായിട്ടുണ്ട്. ഞാനിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേമ്പ് ചേർക്കുകയാണ്. ഇതൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക. ചേമ്പ് പൊടിഞ്ഞു പോവാത്ത രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ചേമ്പിലേക്ക് മസാലകളൊക്കെ ഒന്ന് പിടിച്ചു വരണം. അപ്പോൾ കൂടുതൽ കോട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ കടലമാവ് ചേർക്കാം. ഇതാകുമ്പോൾ ലൈറ്റ് ആയിട്ടുള്ളൊരു കോട്ടിങ് ഉണ്ടാവുള്ളൂ, അധികം മസാലയുടെ ആ ഒരു കോട്ടിങ് ഉണ്ടാവില്ല. ചില ആളുകൾക്ക് അധികം മസാല താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കോട്ടിങ്ങിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് തീരുമാനിക്കാം എന്ന് പറയുന്നത്. ഞാനൊരു ലൈറ്റ് കോട്ടിങ് കിട്ടുന്ന രീതിയിലാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ഉപ്പൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മസാലയിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ മേലെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ തന്നെ ഉപ്പ് പിടിച്ചു വരും. പിന്നെ നമ്മൾ ഇളക്കുമ്പോൾ കറക്റ്റ് ആവും. അപ്പോൾ ഇത്രയും മതി. നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കണം, ചേമ്പിലേക്ക് മസാലയൊക്കെ പിടിച്ചു വരാനായിട്ട്. അതിന് ശേഷം നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം. ഒരു പീസ് കഴിച്ചു നോക്കുമ്പോൾ ഉപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ നമുക്ക് വലിയ ചേമ്പാണ് കിട്ടുന്നതെങ്കിലും ഇതുപോലെ തന്നെ ഈ സെയിം റെസിപ്പി ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുക്കിംഗ് ടൈം 2 വിസിൽ എന്നുള്ളത് 4 5 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യേണ്ടി വരും വലിയ ചേമ്പാണെങ്കിൽ. ഇനിയിപ്പോൾ ഞാനിതൊന്ന് അടച്ചു വയ്ക്കുകയാണ്. ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം, ഹൈ ഫ്ലെയിം ആയി പോകരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാലകൾ കരിഞ്ഞു പോകും, അതുകൊണ്ടാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ ഞാൻ 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം വീണ്ടും ഒന്ന് ഇതുപോലെ പാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാൻ ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആവും. പിന്നെ നമ്മുടെ ചേമ്പ് ഉടഞ്ഞു പോകാതെ തിരിഞ്ഞ് കിട്ടിക്കോളും. നമുക്ക് എല്ലാ സൈഡും ഒരുപോലെ തന്നെ മസാലയൊക്കെ പിടിച്ച് കുക്കായി കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ ഇളക്കാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇടയ്ക്ക് നമുക്ക് സ്പാറ്റില ഉപയോഗിച്ചും ഇളക്കാം. ഒന്ന് സ്പ്രെഡ് ചെയ്ത് തന്നെ ഇടുക. ഒന്ന് ഡ്രൈ ആയി വരട്ടെ. കുറച്ചൊന്ന് ഡ്രൈ ആയിരിക്കുന്ന റെസിപ്പിയാണിത്. വീണ്ടും 1 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ അതാ നമ്മുടെ ചേമ്പ് മസാല ഫ്രൈ 2 മിനിറ്റ് ആയി കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. നമ്മൾ മസാലകൾ ചേർത്ത് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർക്കാം. ഇത് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചതല്ല, വെറുതെ പൊടിച്ച് എടുത്തിരിക്കുന്നതാണ്. ഈ ലാസ്റ്റ് പെരിഞ്ജീരകം ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ചേമ്പിന്. അപ്പോൾ ഇത് ചേർത്തിട്ട് വീണ്ടും ഒന്ന് പതുക്കെ ഇതുപോലൊന്ന് പാൻ ഇളക്കി മിക്സ് ചെയ്താൽ മതി. അധികം ഇതാവണ്ട. എന്താണെന്ന് വെച്ചാൽ ആ ചേമ്പിൻ്റെ പീസുകളിലൊക്കെ നമ്മുടെ
പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടുള്ളൂ. അപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിലുള്ള ചേമ്പ് മസാല ഫ്രൈ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ കുറച്ച് നല്ല കട്ട തൈരും ഈ ഒരു മസാല ഫ്രൈയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഊണ് കഴിക്കാം. ചോറിനാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. അപ്പോൾ വേറെ കറികളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു മസാല ഫ്രൈ ഉണ്ടാക്കുക. കുറച്ച് തൈര് നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് ഊണ് കഴിക്കുക. പിന്നെ മോര് കറികളാണെങ്കിലും പുളിശ്ശേരി ആണെങ്കിലും ഒക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഇതിൻ്റെ കൂടെ. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.